ഏവർക്കും നമസ്കാരം. ഇപ്പോൾ സമയം രാവിലെ 3 മണി. ഇന്ന് ഞാൻ ഉണരുമ്പോൾ എൻ്റെ മനസ്സിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന ആശയം, പ്രാർത്ഥനയാണ് നമ്മുടെ കപടഭക്തിയുടെ കൂട് എന്നുള്ളതാണ്. ആവർത്തിക്കട്ടെ, പ്രാർത്ഥനയാണ് നമ്മുടെ കപടഭക്തിയുടെ കൂട്. കുറച്ചുകൂടെ വിശാലമായി പറഞ്ഞാൽ, കപടഭക്തിയില്ലാത്ത ആരാധന നന്നേ കുറവാണ്. കപടഭക്തിയില്ലാത്ത ആരാധന നന്നേ കുറവാണ്. ഇത് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുവാൻ നമുക്ക് ഒരാവശ്യമുണ്ട്. അതിലേക്കായി ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആരാധിക്കുമ്പോൾ നാം ഏറ്റവും പ്രധാനമായി അനുഭവിക്കേണ്ടത്, ഏറ്റവും അടിസ്ഥാനപരമായി ആവശ്യമായി അനുഭവിക്കേണ്ടത്, ഹൃദയത്തിലും ആത്മാവിലും നിറഞ്ഞ് തുളുമ്പുന്ന സ്നേഹമാണ്. ഹൃദയത്തിലും മനസ്സിലും സ്നേഹം നിറഞ്ഞു തുളുമ്പോൾ അത് ശരീരത്തിലേക്ക് പ്രവഹിക്കുകയും സ്നേഹത്തിൻ്റെ ഫലം, പ്രത്യേകിച്ച് ശുശ്രൂഷ, സേവനം, നാം അറിയാതെ തന്നെ നമ്മിൽ നിന്ന് ഉത്ഭവിക്കുകയും പ്രവഹിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുകയും ചെയ്യും എന്നതാണ് അതിൻ്റെ വസ്തുത. അത് അല്പം ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ യഹൂദ ന്യായപ്രമാണിയും യേശുവുമായുള്ള സംഭാഷണത്തിൽ 2 ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനകളെപ്പറ്റി പ്രതിപാദിക്കുന്നത് നമുക്കറിയാം. നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ആ ഒരവസ്ഥ ഏറ്റവും ഭംഗിയായി അതിൻ്റെ പൂർണ്ണതയിൽ നാം കാണുന്നത് യേശുവിലാണ്. അതിൻ്റെ പരിണിത ഫലം എന്താണ്, അല്ലെങ്കിൽ ആ ഒരവസ്ഥ സത്യസന്ധമായി നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നാം സത്യസന്ധമായി ആ അവസ്ഥയിലാകുന്നുവെങ്കിൽ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ സ്വഭാവം എന്തായിരിക്കുമെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിലുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. യേശു പിന്നെയും നമ്മോട് പറയുന്നത്, തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ മനസ്സാകുന്നതിനപ്പുറമുള്ള ഒരു സ്നേഹം ഈ ലോകത്തിലില്ല എന്നുള്ളതാണ്. ഗ്രേറ്റർ ലവ് ദാൻ ദിസ് ക്യാൻ നോ മാൻ ഹാവ്, ദാറ്റ് ഹീ ഈസ് വില്ലിംഗ് ടു ലേ ഡൗൺ ഹിസ് ലൈഫ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയും നാം ആകപ്പാടെ ഒന്ന് പരിഗണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരുന്ന, അല്ലെങ്കിൽ ഉദിച്ചു വരേണ്ട ഒരു അറിവെന്താണ്? ആരാധന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തോട് ബന്ധം പുലർത്തുന്ന വിധത്തെയാണ് ആരാധന എന്ന് മനസ്സിലാക്കേണ്ടത്. ജൽപ്പനങ്ങളുടെ ആകത്തുക ഒരു പള്ളിയിലായതുകൊണ്ട് ആരാധനയായി എന്ന് പരക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണയെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകണം. മനുഷ്യൻ എവിടെയെല്ലാം, ഏതെല്ലാം സാഹചര്യത്തിൽ, ഏതെല്ലാം ഇടങ്ങളിൽ, ഏതെല്ലാം അവസ്ഥയിൽ അവൻ്റെ ശരീരവും മനസ്സും ആത്മാവും ദൈവസ്നേഹത്താൽ കുതിരുന്നതായി അനുഭവപ്പെടുന്നു. അതൊക്കെയും ആരാധനയുടെ അനുഭവമാണ്. അവൻ ഏകനായിരുന്നാലും, അവൻ 2 പേരുടെ കൂടെ ആയിരുന്നാലും, 10,000 പേരുടെ കൂടെ ആയിരുന്നാലും, ഈ ഒരവസ്ഥയില്ലാതെ ആരാധന സാധ്യമല്ല എന്ന വചനസത്യം പൊതുവെ അവഗണിക്കപ്പെടുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അതിലേക്ക് ആകർഷിക്കുകയാണ്. ദയവായി നിങ്ങൾ തുറന്ന മനസ്സോടെ ഇങ്ങനെയുള്ള ആശയങ്ങളെ പരിഗണിക്കണമെന്ന്
യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ആത്മീയതയുടെ ഉറവിടം സ്നേഹമാണ്. ആ സ്നേഹം ആദ്യമായി നമ്മുടെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ആകത്തുക കൊണ്ട് ദൈവത്തെ സ്നേഹിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ആ അനുഭവത്തിലും അച്ചടക്കത്തിലും നിലനിൽപ്പാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും സ്നേഹം കൊണ്ട് നിറയുമ്പോൾ അത് സമസൃഷ്ടി അല്ലെങ്കിൽ സൃഷ്ടികളിലേക്ക് പ്രവഹിക്കാതിരിക്കാനൊരു മാർഗവുമില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ എല്ലാവരെയും സ്നേഹിക്കും. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ചേരിതിരിവുകളില്ലാതെ, പക്ഷഭേദമില്ലാതെ, ഇന്നയാൾ എൻ്റേതെന്നും മറ്റേയാൾ എൻ്റേതല്ല എന്നുമുള്ള ചേരിതിരിവുകളില്ലാതെ സാർവലൗകികമായ എല്ലാവരെയും സ്നേഹിക്കുന്ന സ്വഭാവത്തെയാണ് യഥാർത്ഥത്തിൽ ആത്മീയ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ മനുഷ്യജാതിയെ ആകമാനം സ്നേഹിക്കും. മനുഷ്യജാതിയെ സ്നേഹിക്കുമെന്ന് പറയുമ്പോൾ മനുഷ്യകുലത്തിൽപ്പെട്ട എല്ലാവരെയും വ്യക്തിപരമായി സ്നേഹിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഞാൻ കണ്ണുമടച്ചത് ഞാൻ മനുഷ്യജാതിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ശുദ്ധ അസംബന്ധമാണ്. അത് സ്വയം വഞ്ചനയാണ് എന്ന് മാത്രം ഞാൻ പരാമർശിച്ച ആ ഭാഗം വിടുകയാണ്. അപ്പോൾ ദൈവസ്നേഹം മനുഷ്യരോടുള്ള നമ്മുടെ മനോഭാവത്തെ പരിപൂർണമായി രൂപാന്തരപ്പെടുത്തുകയും മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രാകൃതമായ വശങ്ങളെ, അതായത് എനിക്ക് സേവനം ലഭിക്കണം, എൻ്റെ സൗകര്യമനുസരിച്ച് എല്ലാവരും നിൽക്കണം എന്ന് താല്പര്യപ്പെടുന്നതിന് പകരം മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യാൻ കഴിയും എന്ന അന്വേഷണത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നു എന്നതാണ് ഈ രണ്ട് കൽപ്പനകളുടെ രക്തചുരുക്കം എന്ന് ഞാനിവിടെ സൂചിപ്പിക്കട്ടെ. അപ്പോൾ ആരാധനയും സ്നേഹവും തമ്മിലുള്ള ബന്ധം നാം വളരെ വ്യക്തമായി ധരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു അത്യാവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നു. കാരണം നാം വസിക്കുന്ന ഈ ലോകം സംഘടിതമായ സ്നേഹരാഹിത്യത്തിൻ്റെ ലോകമാണ്, യുഗമാണ്. ഇത്രമാത്രം സ്നേഹത്തെ മനുഷ്യർ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്ന മറ്റൊരു യുഗം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. എല്ലാ കാലങ്ങളിലും മനുഷ്യൻ്റെ പതനത്തിനു ശേഷം മനുഷ്യന് സ്നേഹത്തോട് വെറുപ്പുണ്ടായിരുന്നു. വെറുപ്പിനോട് സ്നേഹവും സ്നേഹത്തോട് വെറുപ്പും, ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വിരോധാഭാസമാണ്. ലോകത്തിലെല്ലാ മനുഷ്യരും സ്നേഹിക്കപ്പെടുവാനായി ദാഹിക്കുമ്പോൾ ലോകത്തിലുള്ള ആരും തന്നെ സ്നേഹത്തിൽ, മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ കൂട്ടാക്കുന്നില്ല എന്നത് മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യത്തെ സൂചിപ്പിക്കുന്നു. ഇത് കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകത്തോട് ദൈവ സ്നേഹത്തെ സാക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പുത്രനായ ദൈവം കടന്നു വന്നത് എന്നത് സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗം തന്നെയാണ്. അപ്പോൾ അത് സംബന്ധമായ ചിന്തകളാണ് നാം പരിചയപ്പെടുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ നാം ഇതുവരെ മനസ്സിലാക്കിയത് ആരാധന ആത്മാവിലും സത്യത്തിലും നിർവഹിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം സ്നേഹമായിരിക്കണം. സ്നേഹം ഉദിക്കുന്നത് മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തിലാണ്. ദൈവത്തിൽ നിന്ന് മാത്രമേ യഥാർത്ഥ സ്നേഹം എന്ന് മനസ്സിലാക്കുവാനും ഗ്രഹിക്കാനും മനുഷ്യർക്ക് സാധ്യമാകുകയുള്ളൂ. എന്നാൽ അങ്ങനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം സ്നേഹം മനസ്സിലാക്കുകയും സ്നേഹത്തിൽ വളരുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ അവസ്ഥ അല്ലെങ്കിൽ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുകയും അങ്ങനെ ഈ ലോകത്തിൽ സ്നേഹത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആത്മീയ സംസ്കാരം ഉടലെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് സുവിശേഷത്തിൻ്റെ ദർശനം. ഇനിയും ഇതും ആരാധനയും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഇതും കപടഭക്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ പോയത് അതിനെ ശുദ്ധീകരിക്കാനാണ് പോയത്. അവിടെ യേശു പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജാതികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്,
ആരാധനയാണ് കപടഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രസ്ഥാനം അല്ലെങ്കിൽ കൂട് എന്ന് ഞാൻ പറയാറ്. ആരാധന ഇല്ലെങ്കിൽ കപടഭക്തി കുറച്ച് കുറഞ്ഞിരിക്കും എന്നത് വാസ്തവത്തിൽ സുവിശേഷം നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, ജാതികളെപ്പോലെ ജൽപ്പിക്കരുത്, അധിക ഭാഷണം കൊണ്ട് ദൈവത്തെ മുട്ടിക്കുകയും അവൻ്റെ കൈ പിടിച്ച് തിരിച്ച് മനസ്സോടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരുവാൻ പ്രേരിപ്പിക്കുകയും നിങ്ങൾ ചെയ്യരുത്. ഇത് കപടഭക്തിയാണ്. ഇത് ദൈവത്തോട് കാണിക്കുന്ന അധിക്ഷേപമാണ്, അപമാനമാണ്, അതിക്രമമാണ് എന്ന് യേശു പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ നാം കൂട്ടാക്കുന്നില്ല. അതിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടിയായും ഈ ഒരു ധ്യാനത്തെ നിങ്ങൾ പരിഗണിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ ദൈവത്തോട് സ്നേഹമില്ലാതെയും ദൈവത്തോട് സ്നേഹമുള്ളതുകൊണ്ട് സമസൃഷ്ടികളോടുള്ള സ്നേഹമില്ലാതെയും നാം ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ നാം വെറും കപടഭക്തിക്കാർ മാത്രമാണ്. അങ്ങനെയുള്ള ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നവർ ഏറ്റവും വലിയ കപടഭക്തിക്കാരാണ് എന്നതാണ് യേശുവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള മതപരമായ സത്യം. ഇതിനെ നിങ്ങൾ എപ്രകാരം വീക്ഷിക്കുന്നു എന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് ഈ വീഡിയോ അധികം ദീർഘിപ്പിക്കാതെ ഉപസംഹരിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ കപടഭക്തി ഏറ്റവും മൂർച്ഛിച്ച് നിൽക്കുന്നത് നാം മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നതിലാണ്. ഇൻറ്റർസെഷൻ എന്ന് പറയും. പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രസക്തി എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേൾക്കുന്ന ഏവർക്കും ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി വളരെയധികം ജിജ്ഞാസയും കൗതുകവും ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മുടെ കപടഭക്തിയുടെ കൂട് എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എന്തുകൊണ്ടാണ്? നാം ഒരു ഉദാഹരണത്തിൽ കൂടെ ചിന്തിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമാകുമെന്നതുകൊണ്ട് ഞാൻ ആ ദിശയിലേക്ക് തിരിയട്ടെ. ഇപ്പോൾ ഞായറാഴ്ചയുള്ള നമ്മുടെ ആരാധനയിൽ ഒട്ടുമിക്കവാറും എല്ലാ സഭകളിലും ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് അച്ഛൻ പറയുമ്പോൾ എല്ലാവരും ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് പ്രിയമുള്ളവരെ, ഒരു ചെറിയ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നാം എങ്ങനെയാണ് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അർഹത പ്രാപിക്കേണ്ടത്? ഒന്നാമത്, നാം സമാധാനപ്രിയരായിരിക്കണം. നമുക്കാർക്കെങ്കിലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ നാം യഥാർത്ഥത്തിൽ സമാധാനപ്രിയരാണ് എന്ന്? അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിലെങ്കിലും സമാധാനം ഉണ്ടാകണമല്ലോ. സഭകൾ തമ്മിലുള്ള ബന്ധത്തിൽ സമാധാനം ഉണ്ടാകണമല്ലോ. വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തിൽ സമാധാനം ഉണ്ടാകണമല്ലോ. ഇൻ്റർപേഴ്സണൽ ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകണമല്ലോ. വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമല്ലോ. ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ സമാധാനം ഉണ്ടാകണമല്ലോ. അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇന്ന് കേരള സമൂഹത്തോട് കേരളത്തിലെ സഭകൾ എടുത്തു കാണിക്കുന്ന ആ ഒരു സാക്ഷ്യത്തിൽ സമാധാനമാണോ സംഘർഷമാണോ നാം എടുത്തു കാട്ടുന്നത്? ഇപ്പോൾ സീറോ മലബാർ സഭയിലെ അതിമനോഹരമായ സക്രമന്ത സംബന്ധമായിട്ടുള്ള കോലാഹലം, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയും യാക്കോബസയും തമ്മിലുള്ള ഈ മഹാഭാരത യുദ്ധം, പിന്നെ ഓരോ പള്ളിക്കകത്തും അവിടെ നിലകൊള്ളുന്ന തറ രാഷ്ട്രീയത്തിൻ്റെ ഫലമായി അവിടെ വിശ്വാസികൾ തമ്മിൽ വച്ചു പുലർത്തുന്ന ഈ വർഗീയ സമരം, ഈ പോര്, ഈ ദ്വന്ദ്വപക്ഷം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് എടുത്തു കാട്ടാനുള്ളത്. അപ്പോൾ നാം സമാധാനപ്രിയരാണ് എന്ന് നമുക്ക് സത്യസന്ധമായി അവകാശപ്പെടാൻ സാധ്യമല്ല. പക്ഷെ നമ്മുടെ യാഥാർത്ഥ്യം എന്തെന്ന്, നമ്മുടെ ഉള്ളിൽ നാം വെച്ച് പുലർത്തുന്ന അഴുക്ക് ചാലുകൾ, ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, പ്രവണതകൾ, ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് എന്ന ഒരു ധാരണ നാം വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ യാതൊരു ലജ്ജയുമില്ലാത്തത്. രണ്ടാമതായി, നാം ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയല്ല,
നമ്മുടെ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ സമാധാനത്തിന് വേണ്ടിയല്ല, നമ്മുടെ ചാർച്ചയിലുള്ള ആളുകളുടെ സമാധാനത്തിന് വേണ്ടി മാത്രമല്ല, ലോക സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എന്നോട് കോപിക്കുകയില്ല എങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ലോകത്തെ അതിരില്ലാതെ സ്നേഹിക്കാതെ നാം എങ്ങനെയാണ് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെങ്കിൽ അതിൻ്റെ അടിത്തറ സ്നേഹമായിരിക്കണം. സ്നേഹത്തിൽ മുതിരുന്നവർക്ക് മാത്രമേ ആത്മാവിൽ വളരുവാനും ആത്മാവിൽ ആരാധിപ്പാനും ആത്മാവിൽ പ്രാർത്ഥിപ്പാനും ആത്മാവിൽ സ്തുതി സ്തോത്രയാഗങ്ങളെ അർപ്പിപ്പാനും സാധ്യമാകുകയുള്ളൂ. സ്നേഹ അടിസ്ഥാനത്തിലല്ല സഭകൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? എന്നാലും ഞായറാഴ്ച വരുമ്പോൾ ആരാധനാക്രമത്തിൽ അതിനുവേണ്ടി ഒരു ഭാഗം നീക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കപടഭക്തിയുടെ മുണ്ട് തലയിലിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് പലപ്പോഴും ചിരിക്കണോ കരയണോ എന്ന് തോന്നിയിട്ടുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം എടുക്കാം. രോഗികൾക്കും ദുഃഖിക്കുന്നവർക്കും മരിക്കാനവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എന്താ? ഈ ലോകത്തിലുള്ള എല്ലാ രോഗികൾക്കും മരിക്കാനവർക്കും വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ച് തള്ളി മറിക്കുകയാണ്. അവരിൽ ആരെ പറ്റിയെങ്കിലും നമുക്ക് ഒരു മൈക്രോ സെക്കൻഡ് ചിന്തയുണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും സമീപത്തുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ നമുക്ക് മനസ്സുണ്ടോ? അങ്ങനെ കരുതലിൻ്റെ ഒരു സംസ്കാരം നാം വച്ചു പുലർത്തുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനായ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ അരിഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും ദീനത്തിൻ്റെയും മനുഷ്യരാശിയുടെ നിസ്സഹായതയുടെയും പ്രതിവിധിയായിരുന്നു. ജീസസ് വാസ് ആൻറ്റിഡോട്ട് ടു ദ സഫറിങ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ വ്യക്തിത്വം എന്താണ്? ദൈവത്തിന് മനുഷ്യരാശിയോടുള്ള നിസ്സീമമായ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരുന്നു, ആവിഷ്കാരമായിരുന്നു യേശുക്രിസ്തു. അതുകൊണ്ട് മറ്റുള്ളവരുടെ ദീനത്തിൽ, ദുഃഖത്തിൽ, പ്രയാസത്തിൽ അവരോട് കൂടെ ആയിരിക്കാനും അവരോടുകൂടെ കരയുവാനും കരയുന്നവരോടുകൂടെ കരയുവാനും ചിരിക്കുന്നവരോടുകൂടെ ചിരിക്കുവാനും നിസ്സഹായരുടെ ആലംബമായ സ്ഥിതി ചെയ്യുവാനും പ്രയാസത്തിലിരിക്കുന്നവരുടെ അവസ്ഥയിലേക്ക് കടന്നു ചെന്ന് അവർക്ക് വിടുതൽ നൽകുവാൻ തക്കവണ്ണം അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും യേശുവിന് കഴിഞ്ഞത് അവൻ ദൈവസ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവം ആയിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. അതില്ല എങ്കിൽ ഇപ്രകാരമുള്ള പ്രവർത്തനം നടക്കുകയില്ല. പിന്നെ നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ കപടഭക്തിയുടെ വലിപ്പം എത്ര വലുതാണ് എന്ന് ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തെ നാം വിളിച്ചറിയിക്കുകയാണ്. അതിനപ്പുറത്ത് ഒന്നും നാം നേടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ ദുഃഖത്തെയും അരിഷ്ടതയെയും കഷ്ടപ്പാടിനെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിപ്പാൻ, അതിന് നിവാരണമായി തീരുവാൻ പ്രാർത്ഥിപ്പാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. കാരണം നാം ലോകത്തോട് ബന്ധം പുലർത്തുന്നത് ശത്രുതാമനോഭാവം കൊണ്ടാണ്. ശത്രുത എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്? സ്നേഹം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വ ബോധം എന്നാണ്. എൻ്റെ പ്രാവർത്തികമായ അർത്ഥം ഉത്തരവാദിത്വ ബോധം. അപ്പോൾ ലോകത്തോട് ശത്രുത പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ഉത്തരവാദിത്വ ബോധം ആവശ്യമില്ല. അങ്ങനെ വേർപാടിൻ്റെ ഒരു സുവിശേഷം കൊണ്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു സഭയുണ്ട്, വേർപാട് സഭ, ബ്രദറൻ. അങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് പല വ്യക്തികളെ അറിയാം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഓൺലൈൻ കോഴ്സ് ഓൺ ക്രിസ്ത്യാനിറ്റി നടത്തിയപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇതിനകത്തുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം എന്നോട് ഇടയനായിട്ട് ചോദിച്ചു, താൻ ലോകത്തെ സ്നേഹിക്കുന്നു? ഞാൻ പറഞ്ഞു ഞാൻ ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്നേരം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കാരണം ലോകത്തെ വെറുക്കുക എന്നതാണ് ഏറ്റവും വലിയ സുവിശേഷം, അല്ലെ ഏറ്റവും വലിയ ആത്മീയമായ കടമ. ആ വ്യക്തിയും ഞായറാഴ്ച ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ലോകത്തിലെ കഷ്ടവും അരിഷ്ടതയും ഇല്ലാതാകണമെന്ന് പ്രാർത്ഥിക്കും. ഇതാണ് കപടഭക്തിയുടെ വേര് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ, നമുക്കറിയാം മധ്യസ്ഥ പ്രാർത്ഥനയിൽ പല 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 വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്.
ഇതിനെപ്പറ്റി ഒന്നിനെപ്പറ്റി നമുക്ക് ചിന്തയില്ല, ബോധം പോലുമില്ല. എന്നാലും ഞായറാഴ്ച വരുമ്പോൾ പുരോഹിതൻ്റെ പിന്നാലെ ഈ പ്രാർത്ഥന നാം ചൊല്ലാറുണ്ട്. അത് നമ്മുടെ പ്രാർത്ഥനയെ നാം മാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കരുതുന്നുണ്ട്. ഇത് കപടഭക്തി അല്ലെങ്കിൽ പിന്നെ എന്താണ്? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ കപടഭക്തി മൂർച്ഛിക്കുന്നത് നമ്മുടെ ആരാധനയിലാണ്. ആരാധനയിൽ ഏറ്റവും കൂടുതൽ മൂർച്ഛിക്ക് നിൽക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയിലാണ്. ഇത് നാം തിരിച്ചറിയുക. യേശു പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആ വലിയ ഉപദേശത്തിൻ്റെ മൂല അർത്ഥമാണ് ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുക. വേദപുസ്തകം ആകമാനം സാക്ഷ്യപ്പെടുത്തുന്ന സത്യമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹം തന്നെ എന്നുള്ളത്. ദൈവത്തെ അറിയുന്നവൻ മനുഷ്യരെ സ്നേഹിക്കും, മനുഷ്യരെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയുന്നില്ല എന്നത് വളരെ അച്ചട്ടായ കർശനമായ ആത്മീയമായ നിബന്ധനയാണ്, സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ വികാരത്തിൽ, സ്നേഹത്തിൻ്റെ അച്ചടക്കത്തിൽ, സ്നേഹത്തിൻ്റെ ചുമതലബോധത്തിൽ, സ്നേഹം സൃഷ്ടിക്കുന്ന ഐക്യത്തിൻ്റെയും ഒന്നായിത്തീരുന്നതിൻ്റെയും അവസ്ഥയിൽ, അതായത് മറ്റുള്ളവരുടെ രോഗം എൻ്റെ രോഗമാണെന്നും മറ്റുള്ളവരുടെ വേദന എൻ്റെ വേദനയാണെന്നും, എനിക്ക് രോഗം വന്നാൽ, വേദന വന്നാൽ അതിനെപ്പറ്റി എപ്രകാരം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നതുപോലെ അന്യൻ്റെ അവസ്ഥയോടും ഞാൻ പ്രതികരിക്കും, അല്ലെങ്കിൽ ബന്ധപ്പെടും, അല്ലെങ്കിൽ അതിലുള്ള ചുമതല ഞാൻ ഏറ്റെടുക്കും എന്ന മനോഭാവത്തിൽ കൂടെ അല്ലാതെ നമുക്ക് ആത്മാവിലും സത്യത്തിലും സത്യത്തിൻ്റെ ദൈവത്തെ, സത്യമാകുന്ന ദൈവത്തെ ആരാധിപ്പാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യേശു വളരെ സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നത്. അത്രമാത്രം സ്പഷ്ടതയുള്ളൊരു ആത്മീയമായ വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടും അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടോ നാം കൂട്ടാക്കുന്നില്ല, എങ്കിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ ആത്മീയ ദാരിദ്ര്യമായി ഇപ്പോഴും നമ്മെ തുറച്ചു നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മുടെ കപടഭക്തി ഏറ്റവും മൂർച്ഛിക്കുന്ന ഞായറാഴ്ചയാണ്. നാം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടോ ആരാധനയിൽ സംതൃപ്തിയും ആത്മീയമായ പ്രചോദനവും അനുഭവിക്കുന്നത് കൊണ്ടല്ല. അത് ഒരു താരിപ്പാണ്. അങ്ങനെ താരിപ്പിൻ്റെ പ്രേരണയിൽ മാത്രം ആരാധനാ സ്ഥലങ്ങളിൽ പോയി പൊതുവായ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അത് കപടഭക്തിയുടെ ആരംഭമാകുന്നു. ആ കപടഭക്തി ഏറ്റവും കൂടുതൽ മൂർച്ഛിക്കുന്നത് നാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴാകുന്നു. കാരണം നാം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തെ വെറുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരെ പറ്റി അല്പം പോലും കരുതലോ സ്നേഹമോ ഇല്ലാതെ പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാര്യം ദൈവത്തെ അറിയിക്കുമ്പോൾ നാം പലപ്പോഴും നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയിൽ പറയുന്ന, കർത്താവെ, മറ്റുള്ളവരെ പോലെ പട്ടിണിയും പ്രയാസമൊന്നും എനിക്ക് തരാഞ്ഞതിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്നാണ് പറയുന്നത്. ലോകത്തിൽ 1000 പേർ മരിച്ചു പോയപ്പോൾ, പിതാവേ, ഞാനിതാ ജീവനുള്ളവരുടെ രാജ്യത്ത് നിൻ്റെ കൃപയാൽ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ ചത്താൽ കൊള്ളാം, ഞാൻ മാത്രം ജീവിച്ചിരിക്കുന്നത് നല്ലതാണ് എന്ന ധാരണ മാത്രമേ അതിലുള്ളൂ. എന്ന് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം? അപ്പം അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, ഇത് യേശുവിൽ കൂടെ മാത്രം നമുക്ക് പ്രാപിക്കാവുന്ന ആത്മീയമായ പരിജ്ഞാനമാകയാൽ, അറിവാകയാൽ ഇത് പ്രത്യേകമായി സൂചിപ്പിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. നാം നിലനിൽക്കുന്നത്, മതപരമായ എല്ലാ ആചാരങ്ങളും നിലനിൽക്കുന്നത് കപടഭക്തി എന്ന അടിസ്ഥാനത്തിലാണ് എന്ന് യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം മാത്രമൊന്ന് വായിച്ചാൽ മതി, ഒരിക്കൽ വായിച്ചാൽ മതി. ഞാനീ പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാകും. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ അനാശാസ്യം കപടഭക്തിയാണ്, മതപരമായ അനാശാസ്യം. കപടഭക്തിയാണ്. ഈ കപടഭക്തിയുടെ ആശാന്മാർ പുരോഹിതന്മാരാണ് എന്നാണ് യേശുവിൻ്റെ കണ്ടുപിടുത്തം. പക്ഷേ അത് ഞാൻ സൂചിപ്പിക്കുമ്പോൾ, അത് യേശുവിൻ്റെ വെളിപ്പെടുത്തലാകയാൽ ഞാൻ സൂചിപ്പിക്കുമ്പോൾ പലരും പല്ലുഞെരിക്കുകയാണ്. നല്ല സത്യക്രിസ്ത്യാനികൾ, മതിലേക്കുരുത്ത ക്രിസ്ത്യാനികൾ, സുറിയാനി ക്രിസ്ത്യാനികൾ പല്ലുഞെരിക്കുകയാണ്. കാരണം
ഒരു കാലത്തും സത്യത്തെ അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് അത്ര സന്തോഷമുള്ള ഒരനുഭവമല്ലായിരുന്നു. അങ്ങനെ സന്തോഷം അതിൽ കണ്ടെത്തുന്നവർ നന്നേ ചുരുക്കമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം മതമേഖലയിൽ എക്കാലത്തും യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഇടയിൽ എപ്പോഴും എക്കാലത്തും ഉണ്ടായിരുന്നത് എന്നത് നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതിരാവിലെ തന്നെ നിങ്ങളെ സത്യം അറിയിക്കുന്നത്. നമ്മുടെ കപടഭക്തിയെപ്പറ്റി നമുക്കൊരു ബോധ്യമുണ്ടാകണം. കാരണം ഈ കപടഭക്തിയിൽ നിന്നുകൊണ്ട് ആജീവനാന്തം ആരാധിച്ചാൽ നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. നമ്മളെക്കൊണ്ട് ലോകത്തിന് പ്രയോജനം ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, നാം ദൈവനാമത്തിന് അപമാനം കരയറ്റുന്നവരായി മാത്രം, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ അപമാനിക്കുന്നവരായി തീരും. ആ വിരോധാഭാസമെങ്കിലും ഒഴിവാക്കാൻ നമുക്കിടയാകട്ടെ. അതിന് ഈ ചിന്തകൾ ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.